നിപ ചികിത്സയ്ക്കുള്ള റെംഡെസിവിർ എന്ന മരുന്ന് നമ്മുടെ സംസ്ഥാനത്ത് സ്റ്റോക്കില്ലെന്നറിയുന്നു. മരുന്ന് ലഭ്യമാക്കാൻ സംസ്ഥാനം ICMR-നോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പകരം റിബൈബറിൻ ഉപയോഗിക്കാനാണ് തീരുമാനം. എസ് വിനീഷ് കുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു. പറയൂ വിനീഷ് കുമാർ. ഈ മരുന്ന് സ്റ്റോക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഈ റെംഡെസിവിർ എന്ന മരുന്നാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിപ്പോൾ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കാര്യമായ രീതിയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്ഷാമം നിലനിൽക്കുന്നത്. ഇത് ICMR-മായി ആലോചിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മരുന്ന് കോഴിക്കോട് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കാരണം നിപ്പയ്ക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സ എന്ന് പറയുന്നത് ഇതാണ്. അതിനുശേഷമാണ് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് 102ഉം 104 പോലുള്ള മരുന്നുകൾ ഇതിൻ്റെ ഒപ്പം കൊടുക്കേണ്ടത് ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഫറോക്കിൽ നിപ്പ ബാധിച്ച ആൾ കഴിഞ്ഞ 30-ാം തീയതിയാണ് അദ്ദേഹത്തിന് ബാധിച്ചിട്ടുള്ളത് പനിയും. അതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡിൻ്റെ അവസാന ഘട്ടമായതുകൊണ്ട് തന്നെ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് നൽകാനുള്ള സാധ്യതയില്ല. കാരണം ഒരു ആൻറ്റിബോഡി ഇതിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ റിബാവൈറിൻ എന്ന മരുന്ന് മാത്രമാണുള്ളത്. നമുക്കറിയാം 2018 കോഴിക്കോട് ഇതുപോലെ തന്നെ നിപ്പ ഔട്ട്ബ്രേക്ക് ആയ സമയത്ത് റിബാവൈറിൻ മാത്രമായിരുന്നു സ്റ്റോക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു ഇത് മാനേജ് ചെയ്തിരുന്നത്. റെംഡെസിവിർ പിന്നീടാണ് റെംഡെസിവിറിലേക്ക് മാറുന്നത്. റെംഡെസിവിർ കൃത്യമായി തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒപ്പം തന്നെ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറികടക്കാൻ കഴിയും. ഇൻക്യുബേഷൻ പീരീഡിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെയൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു നിലപാടിലാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കഴിയും എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. നമ്മൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ അല്പസമയം മുമ്പ് ആരോഗ്യ വിദഗ്ധരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള നീക്കം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ ആണ് ഇത് യഥാർത്ഥത്തിൽ ഈ മരുന്നിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് ഈ പ്രൊഡക്ഷൻ ചെയ്യുന്നതിനോ സ്റ്റോക്ക് ലഭിക്കുന്ന മുറയ്ക്ക് സാധനം ലഭിക്കുന്ന മുറയ്ക്ക് സ്റ്റോക്ക് ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ കോഴിക്കോടോ മറ്റ് സ്ഥലങ്ങളിലോ മറ്റ് മെഡിക്കൽ കോളേജുകളിലോ ഈ റെംഡെസിവിർ എന്ന മരുന്ന് നിലവിൽ സ്റ്റോക്കില്ല. പക്ഷേ ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. റിബാവൈറിനും ഫലപ്രദമാണ്. പക്ഷേ അത് ഇതിൻ്റെ അത്രത്തോളം ഫലപ്രദമല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇത് മറികടക്കാൻ കഴിയും എന്ന് തന്നെയുള്ളൊരു വിശ്വാസത്തിലാണ് ആരോഗ്യവകുപ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.